തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ മടിത്തട്ടിലാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ആസ്ഥാനം തേക്കടി സ്ഥിതി ചെയ്യുന്നത്. എത്രയോ വിനോദസഞ്ചാരികൾ, വിദേശികളും സ്വദേശികളും അടക്കം ദൈനംദിനം വന്നു പോകുന്ന ഒരു പഞ്ചായത്ത്. നിങ്ങൾ അവിടെ ഇറങ്ങി ഷംസുദ്ദീൻ സാറിനെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അത് ആരോടുമാവട്ടെ, തീർച്ചയായിട്ടും അവർ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അനേകം ശിഷ്യരിൽ ഒരാളാവാം, അതല്ലെങ്കിൽ ശിഷ്യരുടെ മക്കളാവാം, അതുമല്ലെങ്കിൽ തീർച്ചയായും മക്കളുടെ മക്കളെങ്കിലും ആയിരിക്കും. ഒരു മുഖവുരയും കൂടാതെ അവർ സാറിനെക്കുറിച്ച് പറഞ്ഞു തരും. സാർ ഇപ്പോൾ തിരക്കിലാണ്, നവതിയുടെ ആഘോഷത്തിൻ്റെ തിരക്കിൽ. അനുഭവങ്ങളുടെ, ഓർമ്മകളുടെ, അറിവിൻ്റെ 90 വർഷങ്ങൾ, ജീവിതകാല പ്രയാണത്തിൽ അടയാളപ്പെടുത്തേണ്ട സുപ്രധാനമായ ഒരു നാഴികക്കല്ല്. കാലത്തോടൊപ്പം, ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച യുഗപുരുഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ വളർന്ന് വികസ്വരമായ വ്യക്തിവിശേഷം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ തുടങ്ങി ഈ നൂറ്റാണ്ടിലേക്കും പടർന്ന കർമ്മശ്രേഷ്ഠൻ. ജന്മവും ബാല്യകൗമാരകാലവും ചങ്ങനാശ്ശേരിയിലാണെങ്കിലും തൻ്റെ കർമ്മമണ്ഡല ഭൂമികയിലൂടെ കുമളിക്കാരനായി മാറിയ ഷംസുദ്ദീൻ സാർ ചങ്ങനാശ്ശേരിയിൽ നിന്നും 1961 അധ്യാപകനായി ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി കാതങ്ങൾ താണ്ടി മലയും മലഞ്ചെരുവുകളും താഴ്വാരങ്ങളും താണ്ടി കുമളിയിലെത്തി ഈ നാടിൻ്റെ തന്നെ ഭാഗമായി മാറിയ ഷംസുദ്ദീൻ സാർ കുമളിയുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക, ദൈക്ഷണിക, കായിക വളർച്ചയിൽ തൻ്റെ ആയുസ്സും ആരോഗ്യവും സമർപ്പിച്ച ഗുരുശ്രേഷ്ഠൻ. ഈ കാലയളവിൽ എണ്ണിയാലൊടുങ്ങാത്ത ശിഷ്യസമ്പത്തിന് ഉടമ. വെറും മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയല്ലാതെ സമർപ്പിത ദിനചര്യകളിലൂടെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിലേക്ക് തൻ്റെ ശിഷ്യഗണങ്ങളെ കൈപിടിച്ചുയർത്തി സായുജ്യം കണ്ടെത്തിയ ഗുരുവന്ദ്യൻ. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചിട്ടും ഇന്നും 6.5 പതിറ്റാണ്ടിലേറെയായി ഈ നാടിൻ്റെ നിറസാന്നിധ്യമായി മാറിയ വിശിഷ്ട വ്യക്തിത്വത്തിനുടമ. അന്നത്തെ ആ ദുർഘടാവസ്ഥയിലും അടിപതറാതെ കർമ്മോന്മുഖമായ അക്കാലത്തെക്കുറിച്ച് സാർ അനുസ്മരിച്ചു. ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്ന അക്കാലം, പ്രതികൂലമായ കാലാവസ്ഥയും കാലവും അതൊരു വല്ലാത്ത അതിജീവനത്തിൻ്റെ ജീവിത കഥ കൂടിയാണ്. അധ്യാപകൻ എന്ന നിലയിൽ ക്ലാസ് മുറികളിലും സ്കൂളിലും മാത്രം ഒതുങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ഷംസുദ്ദീൻ സാർ. കുട്ടികളിലെ കലാകായിക പ്രതിഭ കണ്ടെത്തി അവരുടെ പ്രതിഭകളെ വളർത്തിയെടുത്ത് നാടിനെ സമ്മാനിക്കുവാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. നാഷണൽ അണ്ടർ 15 ഓൾ ഇന്ത്യ ചെസ് മത്സരത്തിൽ കേരള ടീമിൻ്റെ മാനേജരായി ഡൽഹിയിലെത്തിയ അനുഭവം, സീനിയർ വുമൺ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റേറ്റ് ലെവൽ ടീം മാനേജരായി എത്തിയ ബോംബെ അനുഭവം, സാറിന് മുന്നിലിരുന്നാൽ തീ പകരുന്ന അനുഭവത്തിന് സ്റ്റോപ്പേയില്ല. ഇപ്പോഴും ഈ 90-ാം വയസ്സിലും അദ്ദേഹം കർമ്മനിരതനാണ്. സംസ്ഥാന പർവ്വതാരോഹണ സമിതി ട്രഷറർ, മധ്യവർജന സമിതി ജില്ലാ ഭാരവാഹി, തേക്കടി പുഷ്പമേളയുടെ സംഘാടകരായ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ്, സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രക്ഷാധികാരി, അങ്ങനെ എത്രയോ സ്ഥാനങ്ങൾ ഇന്നും അദ്ദേഹം അലങ്കരിക്കുന്നു. നവതിയുടെ ഈ ആഘോഷത്തിലും യുവത്വത്തിൻ്റെ പ്രസരിപ്പ്. നന്ദിയുണ്ട് സാർ, നന്ദിയുണ്ട്. അങ്ങയോട് ഈ നാട് എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. വരാവുന്നവരെല്ലാം വന്നു, അഭിനന്ദനങ്ങൾ അറിയിച്ചു. എനിക്ക് ദീർഘായുസ്സ് നേർന്നവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തി. ഒരു സന്നിധിക്കാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.